അഹങ്കാരം എന്ന പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഹങ്കരിക്കുന്ന വ്യക്തിക്ക് കർത്താവിൻ്റെ മുൻപിൽ സ്ഥാനമില്ലെന്നാണ് വചനം പറയുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുലിഖിതം വചനം പറയാണ്, അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരികൾക്ക് കർത്താവിൻ്റെ മുൻപിൽ സ്ഥാനമില്ല എന്നാണ് അതിനർത്ഥം. എന്താണ് ശരിക്കും ഈ അഹങ്കാരം എന്ന് പറയുന്നത്? മനുഷ്യരുടെ മുൻപിൽ വീമ്പ് പറഞ്ഞ് നടക്കുന്നതാണോ അഹങ്കാരം? എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, നിങ്ങൾക്ക് ഇതൊന്നുമില്ലല്ലോ. അങ്ങനെ സ്വന്തം സമ്പത്തിനെയും സൗകര്യങ്ങളെയും ആഡംബരത്തെയും ഓർത്ത് ആനന്ദിച്ച് ജീവിക്കുന്നതാണോ അഹങ്കാരം? യെസ്, അതൊരു അഹങ്കാരമാണ്. പക്ഷേ അത് അഹങ്കാരത്തിൻ്റെ 2ാമത്തെ ഗ്രേഡാണ്. അഹങ്കാരത്തിൻ്റെ 1ാമത്തെ ഗ്രേഡ് വേറെ ഒന്നാണ്. അത് പറയാം. അഹങ്കാരത്തിൻ്റെ 1ാമത്തെ ഗ്രേഡ്, അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. ഈ 1ാമത്തെ ഗ്രേഡ് ഏതാണെന്നറിയാമോ? ദൈവത്തെ വിസ്മരിച്ച് ജീവിക്കുന്നത്, ദൈവത്തെ മറന്ന് ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ടോ, ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് അംഗീകരിക്കാതിരിക്കുന്നതാണ് അഹങ്കാരം. ഇതാണ് ശരിക്കും കർത്താവിനെ വിസ്മരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ കർത്താവിനെ മറന്ന് ജീവിക്കുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് അഹങ്കാരം എന്ന പാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ബാബേൽ ഗോപുരം പണിയുന്ന ഒരു ജനത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. വലിയ കഴിവുകളുണ്ടായിരുന്ന ഒരു മനുഷ്യ സമൂഹമായിരുന്നത്. ആകാശം മുട്ടെ ഒരു ഗോപുരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ അവർക്കത് സാധിച്ചിരുന്നു. പക്ഷേ കർത്താവിനെ വിസ്മരിച്ചുകൊണ്ട്, കർത്താവിനെ മറന്നുകൊണ്ട്, കർത്താവിനെ അംഗീകരിക്കാതെയാണ് അത് മുഴുവൻ പണിതുയർത്തിയത്. അതുകൊണ്ട് അത് ആകാശം മുട്ടെ എത്തുന്നതിന് മുമ്പേ തകർന്ന് തരിപ്പണമായി. ഇന്ന് അഹങ്കരിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? അവരെല്ലാം നേടിയെടുക്കും. അവർ ഒത്തിരി അധ്വാനിച്ച് അവർ വലിയ നിലയിലെത്തും. പക്ഷേ അത് അധികം കാലം നിലനിൽക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തി പോവാണ്. ചില ആൾക്കാരുണ്ട്, അവരുടെ കഴിവ് കൊണ്ട്, അവരുടെ ബുദ്ധി കൊണ്ട്, ആരോഗ്യം കൊണ്ട് ഒത്തിരി അവർ സമ്പാദിച്ച് ഉണ്ടാക്കും, വലിയ നിലയിലെത്തും. പക്ഷേ മറുവശത്ത് വേറൊരു വഴിക്ക് അവർ സമ്പാദിക്കുന്നതൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്ന വഴികൾ അവർ അറിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഒന്നെങ്കിൽ അവർ പെട്ടെന്ന് അധപതനത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സാവധാനം നശിക്കുന്നത്, അല്ലെങ്കിൽ സാവധാനം അവരില്ലാതായിത്തീരുന്നത് അവർ തന്നെ അറിയുന്നില്ലെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അഹങ്കരിക്കാതിരിക്കുന്ന ഒരു വ്യക്തി ആയി നമ്മൾ മാറണമെങ്കിൽ എന്താണ് ആ വ്യക്തിത്വങ്ങളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമുക്കുള്ളതെല്ലാം കർത്താവ് തന്നതാണ്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവിടെയാണ് നമ്മൾ കർത്താവിന് യഥാർത്ഥത്തിൽ മഹത്വം കൊടുക്കുന്നത്. ഈ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിന് മുൻപിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. എന്നിട്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം.